എന്റെയൊക്കെ നാട്ടിലൊരു ചൊല്ലുണ്ട്, അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നവനെന്ന്. ഇത് മാനുഷികപരമായും ധാർമ്മികപരമായും തെറ്റാണ് എന്നതിൽ പ്രത്യേകിച്ച് തർക്കമൊന്നും തന്നെ ഇല്ല. പക്ഷെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യയിലെ തന്നെ ഒരു മുതിർന്ന പാർട്ടി തന്നെ ഈ നയം കാണിക്കുമ്പോൾ അതിൽ എന്താണ് പറയേണ്ടതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അത്രയ്ക്കും ഗതികേടിലാണ് അവർ എന്നേ മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ. ഇന്നലെ വരെ അംബേദ്കറെ കുറ്റം പറഞ്ഞ് നടന്ന കോൺഗ്രസ് പെട്ടെന്നൊരു ദിവസമാണ് അങ്ങ് അംബേദ്കർ പ്രേമം വന്നത്. എന്തുകൊണ്ടാണത്? ഒരൊറ്റ കാരണം, അത് അമിത്ഷായുടെയും മോദിയുടെയും RSSന്റെയും മുന്നിൽ ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ കള്ളക്കഥകൾ അടിച്ചുവിടാതെ വേറെ വഴിയില്ല എന്നത് തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടന രചിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച BR അംബേദ്കർ ഒരിക്കൽ നെഹ്റുവിന്റെ ന്യൂനപക്ഷ പ്രീണനം സഹിക്കാൻ വയ്യാതെ രാജിവെച്ച് പുറത്തുപോയ നേതാവാണെന്ന് എത്ര പേർക്ക് അറിയാവുന്ന കാര്യമാണ്. 1951 അംബേദ്കർ നെഹ്റുവിന്റെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് പോരുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അംബേദ്കറുടെ അവകാശികളായി കോൺഗ്രസ് ഞെളിയുമ്പോൾ ഈ ചരിത്രം മറന്നുകൂടാ. പണ്ട് ഹിന്ദു കോഡ് ബില്ലിന്റെ പേരിൽ അംബേദ്കറിനെ ഒറ്റപ്പെടുത്തിയ നേതാവായിരുന്നു ജവഹർലാൽ നെഹ്റു. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് വ്യക്തമാക്കിയിരുന്നു. തുല്യത ഉറപ്പിക്കാൻ വേണ്ടി ഹിന്ദു വ്യക്തിഗത നിയമം പരിഷ്കരിക്കുന്നതിന് വേണ്ടിയാണ് അംബേദ്കർ ഹിന്ദു കോഡ് ബില്ല് എഴുതി ഉണ്ടാക്കിയത്. പക്ഷെ ഇത് നെഹ്റുവിന് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. നെഹ്റുവിനോടുള്ള അംബേദ്കറിന്റെ ഇഷ്ടക്കുറവ് ഈ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. അതിങ്ങനെയാണ്: മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ പ്രകടിപ്പിക്കുന്ന ആശങ്കയെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുക. മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി, അതായത് നെഹ്റു, സർക്കാരിന്റെ മുഴുവൻ സമയവും ശ്രദ്ധയും സമർപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ആർക്കും വഴങ്ങാൻ പോകുന്നില്ല, പ്രധാനമന്ത്രിക്ക് പോലും ഞാൻ വഴങ്ങില്ല എന്ന് അംബേദ്കർ പറയുകയാണ്. മുസ്ലിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ആ സംരക്ഷണം നൽകേണ്ടത് തന്നെയാണ്. പക്ഷെ എനിക്ക് അറിയേണ്ടത്, ഇവിടെ സംരക്ഷണം ലഭിക്കേണ്ട ഒരേ ഒരു സമുദായം മുസ്ലിങ്ങൾ മാത്രമാണോ? പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും ക്രിസ്ത്യാനികൾക്കും ഒന്നും സംരക്ഷണം ആവശ്യമില്ലേ? ഈ സമുദായങ്ങൾക്കെല്ലാം വേണ്ടി എന്ത് ആശങ്കയാണ് പ്രധാനമന്ത്രി, അതായത് നെഹ്റു, കാണിച്ചുകൊണ്ടിരിക്കുന്നത്? നെഹ്റു മന്ത്രിസഭയിൽ നിന്നും രാജിവെക്കുന്നതായി വിശദീകരിച്ചുകൊണ്ട് അംബേദ്കർ നടത്തിയ പ്രസംഗമായിരുന്നു ഇത്. അംബേദ്കർ രാജിവെച്ചപ്പോൾ നെഹ്റു വിദേശത്തെ പ്രതിനിധികൾക്ക് സന്തോഷത്തോടെ കത്തെഴുതിയതായി JP നദ്ദയും വ്യക്തമാക്കുകയാണ്. അംബേദ്കർ എന്ന ശല്യം ഒഴിഞ്ഞു എന്നാണ് നെഹ്റു അന്ന് വിദേശ പ്രതിനിധികളോട് പറഞ്ഞത്. ഇന്ന് അംബേദ്കറുടെ രക്ഷകരായി കോൺഗ്രസ് ചമയുമ്പോൾ ഈ ചരിത്രം ഓർമ്മിക്കേണ്ടത് പ്രധാനമാണ്. കാരണം കോൺഗ്രസ് നെഹ്റു ഭരിക്കുമ്പോഴും ഇന്നും മുസ്ലിം ന്യൂനപക്ഷത്തെ ആവശ്യത്തിനും അനാവശ്യത്തിനും പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്ന പാർട്ടി തന്നെയാണ്.